നോമിനേഷൻ ടാസ്കിൽ വമ്പൻ പൊട്ടിത്തെറി. ജിസയിൽ നോമിനേറ്റ് ചെയ്തത് അനുമോളെയാണ്. രാവിലെ മുതൽ തന്നെ അനുമോളും ജിസയിലും തമ്മിൽ ഒരു ചെറിയ തോതിലുള്ള ഉരസലുണ്ടാകുമെന്ന് ചിന്തിച്ചുവെങ്കിലും ഇത്രയും വലിയൊരു അവസ്ഥയിലേക്ക് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നോമിനേഷൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു ജിസയിലിൻ്റെ തുടക്കം. തൻ്റെ കബോർഡും അതുപോലെ തന്നെ താൻ ഉപയോഗിച്ചിരുന്ന ക്രീമും തൻ്റെ അനുവാദം കൂടാതെ എടുത്തു എന്നതായിരുന്നു ജിസയിലിൻ്റെ ആരോപണം. ഇത് കേട്ട ഉടൻ തന്നെ ക്യാപ്റ്റനായ ഷാനവാസ് ചോദിക്കുന്നത് ഇതാണ്: ജിസയിലിന് ഈ പറയുന്ന ക്രീമും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള അനുവാദം ബിഗ് ബോസ് തന്നിട്ടുണ്ടോ എന്നതാണ്. ഷാനവാസിന്റെ ഈ ചോദ്യം ജിസയിലിനെ വല്ലാതെ ചൊടിപ്പിച്ചു. വ്യക്തമായ ഉത്തരം പറയാനില്ലാത്തതിനാൽ വഴുതി മാറാനുള്ള ശ്രമങ്ങളാണ് ജിസയിൽ നടത്തിക്കൊണ്ടിരുന്നത്. തന്റെ നോമിനേഷൻ ചെയ്യാൻ തന്നെ അനുവദിക്കണമെന്ന് ജിസയിൽ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നോമിനേഷൻ ചെയ്തതിനു ശേഷം തിരിച്ച് സീറ്റിൽ വന്നിരുന്നതിന് ശേഷം അനുമോളെ ചൂണ്ടിക്കൊണ്ട് ജിസയിൽ ഇതാണ് പറഞ്ഞത്: ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് കട്ടെടുത്തു എന്നതായിരുന്നു അനുമോൾക്ക് നേരെയുള്ള അടുത്ത ആരോപണം. ഇത്രയും നേരം വളരെ സ്വസ്ഥമായി ഇരുന്ന അനുമോൾ തന്നെ ഒരു കള്ളി എന്ന് വിളിച്ച സാഹചര്യത്തിൽ പെട്ടെന്ന് തിരിച്ചടിക്കുകയായിരുന്നു. താനൊരു കള്ളിയല്ല എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അനുമോൾ നിലത്തേക്കിരുന്നു. അതിനോടൊപ്പം തന്നെ അനുമോളെ സമാധാനിപ്പിക്കാനായി ശൈത്യയും ആദില, നൂറ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്നു. ജിസയിലിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ഇവരെല്ലാവരും ചെയ്തത്. അതേസമയം തന്നെ അനുമോൾ ചെയ്തതും തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ വ്യക്തമായൊരു തെറ്റ് നടന്നിരിക്കുന്നത് ജിസയിലിൻ്റെ ഭാഗത്തു നിന്നാണ്. ബിഗ് ബോസിൻ്റെ അനുവാദമില്ലാതെ മേക്കപ്പും മറ്റു കോസ്മെറ്റിക്സും ഒക്കെ ഉപയോഗിക്കുന്നു എന്നത് ജിസയിൽ ഇപ്പോൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജിസയിലാണ് ഏറ്റവും വലിയ കുറ്റക്കാരിയായി ഇവിടെ തെളിയിക്കപ്പെടുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിലുള്ളതിനാൽ ജയിൽ നോമിനേഷനിലേക്ക് ജിസയിലിനെ നോമിനേറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കൂടുതൽ അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ടോപ്പ് 1 ട്രെൻഡിങ് മീഡിയ.